കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. ഒട്ടനവധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് നമ്മുടെ കൊച്ചു കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു വാഗ്ദാന ലംഘനം ഇന്നോളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച മദ്യലഭ്യതയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നിലയില്ലാത്ത മദ്യപ്രവാഹത്തിൽ മുങ്ങിത്താഴുകയാണ് കേരളം. ജനങ്ങളുടെ വായിലേക്ക് ബലം പ്രയോഗിച്ച് സർക്കാർ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രമേൽ പടർന്നിരിക്കുന്നു മദ്യലഭ്യത. 2016 ബാറുകളുടെ എണ്ണം കേവലം 29 മാത്രമായിരുന്നു. ഇന്നത് 884 വർദ്ധിച്ചിരിക്കുന്നു. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 289 ആണ്. മദ്യം വിളമ്പാൻ ഇളവുകൾ നൽകപ്പെട്ടിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ എണ്ണം 14 നിന്ന് 79 വർദ്ധിപ്പിച്ചു. മദ്യത്തിന്റെ ലഭ്യതയും വിൽപ്പനയും വർദ്ധിപ്പിക്കുന്നതിനായി ഡ്രൈ ഡേകളിൽ പ്രത്യേക ഇളവുകൾ, IT പാർക്കുകളിൽ വിൽപ്പന കേന്ദ്രങ്ങൾ, മദ്യവിൽപ്പനയ്ക്ക് ഓൺലൈൻ ഡെലിവറി, ആഘോഷങ്ങൾക്ക് മദ്യം വിളമ്പാൻ പ്രത്യേക പെർമിറ്റുകൾ, കള്ള് പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ. ഏറ്റവും ഒടുവിൽ ബാറുകളുടെ പ്രവർത്തന സമയം അർദ്ധരാത്രിയിലേക്ക് ദീർഘിപ്പിച്ചിരിക്കുന്നു. സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് ലഹരിയുടെ നുരയുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ സമ്മാനം. മദ്യത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക എന്ന കുടില ലക്ഷ്യമല്ലേ ഇതിന് പിറകിലുള്ളത്? ഏതു കേരളത്തിലാണ് ഇപ്രകാരം മദ്യം കുത്തിയൊഴുക്കുന്നതെന്ന് നാം കാണണം. സംസ്ഥാനത്തെ 80% വിവാഹ മോചന കേസുകളും മദ്യാസക്തിയുമായി ബന്ധപ്പെട്ടവയാണ്. 61% ഗാർഹിക പീഡനങ്ങളുടെ കാരണം മദ്യലഹരിയാണ്. ആത്മഹത്യകളിൽ 50% മദ്യാസക്തി സൃഷ്ടിക്കുന്നവയാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ ശരാശരി 13 വയസ്സിൽ കുട്ടികൾ മദ്യപാനം ആരംഭിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യത കുറച്ചാൽ മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ വ്യാപകമാകും എന്ന അശാസ്ത്രീയ വാദം നിരത്തിയിട്ട് ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്ന് മാഫിയകൾ അരങ്ങുവാഴുകയാണ്. ഇതിനൊന്നുമെതിരെ ഫലപ്രദമായ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഭയാനകമായ ഈ സാംസ്കാരിക തകർച്ചയുടെ വേഗതയേറ്റുകയാണ് പിണറായി സർക്കാരിന്റെ മദ്യനയം.